അതിനാണ് കെട്ടിട്ടേക്കണത്. ചവിട്ടുണ്ട്. നാടൻ പശു ആകുമ്പോ അതിന്റെ ഒരു ചവിട്ട് പ്രതീക്ഷിക്കണം. ഇപ്പൊ ഇവരൊന്നും വലിയ കാര്യമായിട്ട് ചവിട്ടല്ല, എന്നാലും നമ്മളൊന്ന് ഇതാട്ടോ ഞാൻ നെയ്യ് ഉത്പാദിപ്പിക്കണ്ട നല്ല നാടൻ നെയ്യ്. നല്ല ധാരാളം ആവശ്യക്കാരുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന നാടൻ പശു വളർത്തലോട് ചെയ്യുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ്. അത് 100% സക്സസ്ഫുൾ ആട്ടോ. അപ്പൊ ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട പ്രദീപ് ഏട്ടൻ്റെ ഗോശാലയിലാണ്. ഇവിടെ കുറച്ച് നാടൻ പശുക്കളുണ്ട്. നാടൻ പശുക്കളുടെ പാലുകൊണ്ട് ഇദ്ദേഹം ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. 100% സക്സസ്ഫുള്ളാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ ഹൈബ്രിഡ് പശുക്കൾക്ക് നെയ്ക്ക് വില വരുന്നത് 1000-1500 രൂപയാണ് നമ്മുടെ മാർക്കറ്റിൽ വില വരുന്നത്. എന്നാൽ നാടൻ പശുക്കൾക്ക് അതിൻ്റെ ഇരട്ടി വിലയാട്ടോ. ഒരു നല്ലൊരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാവുന്നതാണ്. ഈ നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ ഒരാളുണ്ട്. അപ്പൊ ഇതാണ് ചേട്ടാ. നമസ്കാരം ചേട്ടാ, പേര് പറയാവോ? നമ്മുടെ ലൊക്കേഷൻ പറയോ? ഇത് ഇരിങ്ങാലക്കുടയിലെ എടതിരിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ ഓക്കെ. സാധാരണ ഒരു മാസം എത്രത്തോളം ലിറ്റർ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? എത്ര രൂപയ്ക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? ഏകദേശം ഒരു 50 കിലോന്റെ അടുത്ത് നമുക്ക് പറ്റും. അത് പാലിന്റെ ഇതനുസരിച്ചിട്ടാണ്. ഇപ്പൊ പാല് ഉള്ള സമയമാണെങ്കിൽ ഇപ്പൊ നല്ല കടുത്ത ചൂടൊക്കെ ആണെങ്കിൽ പാല് കുറവായിരിക്കും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നെയ്യിന്റെ ഉൽപാദനം കുറവായിരിക്കും. പാലുള്ള സമയമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം 50 കിലോന്റെ അടുത്ത്, ഒരു 5-ന്റെയും 10-ന്റെയും കിലോന്റെ അടുത്ത് നെയ്യ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് എത്ര രൂപയ്ക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മളത് ഞങ്ങൾ കൊടുക്കുന്നത് 3000 രൂപയ്ക്കാണ്. 3000 പെർ ലിറ്റർ. ഇത് തന്നെ നമ്മളിപ്പോ തൃശ്ശൂർ ജില്ല തന്നെ പല സ്ഥലത്തും 3500-നും 4500 വരെ കൊടുക്കണമെന്ന് നമുക്കറിയാം. നമ്മളെ ചില ഗ്രൂപ്പുകളിലൊക്കെ എത്ര കുറച്ച് കൊടുക്കണേന്ന് വെച്ച് പറയാറുണ്ട്. പക്ഷെ നമ്മളത് നമ്മളെ ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് മുന്നേ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വില കൂട്ടാന്നൊന്നും പറയണത് പ്രായോഗികമല്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 3000 എന്നുള്ള ആണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ ഇതിന് എന്തോരം ഡിമാൻഡ് ഉണ്ട്? ഇതാട്ടോ ഞാൻ നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല നാടൻ നെയ്യ്. അതെ, ഇപ്പൊ നല്ല ധാരാളം ആവശ്യക്കാരുണ്ട്. ഇപ്പം ഈ അടുത്ത് തന്നെ ഇപ്പൊ നമ്മളെ ഒരു ചെറിയൊരു ഇത് നമ്മൾ വെറുതെ ഗ്രൂപ്പിലിട്ട് ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. ഇപ്പൊ ആൾക്കാർ ഇതിനെ കുറിച്ച് അവെയറാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, അതുപോലെ പ്രായമായിട്ടുള്ള ആൾക്കാർ കഞ്ഞിയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ധാരാളം ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. അളവ് ചിലപ്പോൾ കൊണ്ടുപോകുന്നത് കുറവായിരിക്കാം, 250 അല്ലെങ്കിൽ 100 1/2 ലിറ്റർ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ ധാരാളം ആൾക്കാർ കൊണ്ടുപോകുന്നു. ഈ ഒരു ഇത്രയും ചെറിയ കുപ്പി കൊടുക്കുന്നുണ്ടല്ലോ നെയ്യ്. ഇത് മുതൽ ഇതിപ്പോ 100 ഗ്രാമിന്റെ വേറെ പാക്ക് ചെയ്യാൻ നിൽക്കേണ്ടി വരും. ഇതിന് എത്ര വരും? അപ്പൊ ഇത് 300 രൂപ. 300 രൂപ വരും. ഇത് നമുക്കായാലും സാധാരണ നമുക്കായാലും ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അതെ, ആർക്കും ഉപയോഗിക്കാം. എത്ര പശുക്കളുണ്ട് ഇപ്പൊ ഇവിടെ? ഇവിടെ വലിയൊരു തന്നെ ഒരു 7-ത്തോളം ഉണ്ട്. 7-ത്തോണ്ട്. ഓക്കെ. ഇതിലും കൂടുതലുണ്ടായിരുന്നു. നമ്മൾ പല സ്ഥലത്ത് വളർത്താനായിട്ടും അതൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് മഴയുടെ സമയത്ത് ഒരു ചെറിയ ഇത് ഉണ്ടാവാറുണ്ട്, വെള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് എണ്ണം കുറച്ചേക്കുന്നത്. അപ്പൊ ഏതൊക്കെ കറക്കുന്നുണ്ട്? എത്രത്തോളം? ഇപ്പൊ ദേവണിയുടെ ഉണ്ട്, പിന്നെ വെച്ചൂരിന്റെ ഉണ്ട്, കറക്കണവര്. പ്രത്യേക ഒരു ബ്രീഡ് ഉണ്ടല്ലേ? അതാണ് ഈ കാണുന്നത്. ദിയോണി എന്ന് പറയുന്നത്. പ്രത്യേകത എന്താ ശരിക്കും? ഇത് നമ്മളുടെ ഈ ക്ലൈമറ്റിന് ഇവർക്ക് പാല് കുറയില്ല. കുറഞ്ഞ തീറ്റയിൽ അല്ല, സാധാരണ തീറ്റയിൽ നമുക്ക് അത്യാവശ്യം നല്ല പാല് കിട്ടും. അല്ല, അതായത് സാധാരണ ഇപ്പൊ നമ്മൾ വേറെ പശുക്കളെ കൊണ്ടുവരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ പാല് കുറയാന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവർക്ക് ഒരു 4-5 ലിറ്ററോളം പാല് ഈ സാധാരണ തീറ്റയിൽ നമുക്ക് കിട്ടും. 5 ലിറ്ററിന്റെ അടുത്ത് വരും. അധികമായിട്ടുള്ള തീറ്റ വേണ്ട. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ വെച്ചൂരിനോ അല്ലെങ്കിൽ കാസർഗോഡ് കുള്ളനൊക്കെ കൊടുക്കുന്ന അതേപോലെ തന്നെ കുറച്ചും കൂടി അളവിൽ കൂടുതൽ ഈ പശുവിന്റെ അവരുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള തീറ്റ മതി. അതിലും അമിതമായിട്ടുള്ള തീറ്റയുടെ ആവശ്യം ഇല്ല. എന്തൊക്കെ തീറ്റയാണ് കൊടുക്കണേ? ഇതിനിപ്പോ തേങ്ങാപ്പിണ്ണാക്കും, ഫൈബർ എന്ന് പറഞ്ഞ ചോളത്തിന്റെ ഫൈബറായ ചോളത്തിന്റെ പൊടിനെയാണ് പറയണത്. അതും ആണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ വേനലൊക്കെ ആവുമ്പോ നമ്മളതില് ഉഴുന്നിന്റെ തവിടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ അവിടെ ബീദറിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവരണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ
ഒരു 5 എണ്ണത്തിനായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ സാധാരണ നാടൻ പശുക്കളെ വളർത്തുമ്പോൾ അത്ര നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നു, എക്കണോമിക്കലായിട്ട് ബെനിഫിറ്റ് ആയിട്ട് തോന്നാറില്ല എന്നാണ് മിക്കവരും പറയുന്നത്. പക്ഷെ ചേട്ടന് ഇവിടെ വളർത്തലൊക്കെ ഉണ്ട്, അത്യാവശ്യം നമുക്ക് എന്താ പറയുക, അത്യാവശ്യം ലാഭമാണെന്ന് തോന്നുന്നുണ്ട്. അല്ല, അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ട് നമുക്ക് പുല്ലിന് വേണ്ടിയിട്ട് പ്രത്യേക കാര്യങ്ങളും ഇല്ല. പിന്നെ ഇതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാനും എല്ലാവരും വീട്ടിലെല്ലാവരും മക്കളും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ വേറെ ജോലിക്കാരെ എല്ലാം നമ്മൾ സമയം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കൂടുതലും ആൾക്കാർ ഒരു പക്ഷേ അവർക്ക് ഈ പുല്ല് പുറമേ നിന്ന് വാങ്ങിക്കണം, പിന്നെ കറക്കാൻ ആളെ നിർത്തണം, അങ്ങനെ ഓരോ കാര്യങ്ങളും എക്സ്ട്രാ വരുമ്പോഴാണ് നമ്മളിതിപ്പോൾ നമ്മുടെ ജോലി മറ്റേതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തു പോണ കാരണം പ്രത്യേകിച്ച് നമുക്കൊരു ഇത് വരുന്നില്ല, ചിലവ് വരുന്നില്ല. ഇല്ല, അങ്ങനെ മറ്റൊരാളുടെ സഹായം പുല്ലിനും എല്ലാ കാര്യത്തിനും മറ്റ് സഹായം ആവശ്യം വരുമ്പോഴാണ് നമുക്ക് ചെലവ് കൂടുള്ളൂ. അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ സാധാരണ കണ്ടുവരുന്നത് ചെറിയ പശുക്കളെ അല്ലെങ്കിൽ കാസർഗോഡ് ഉള്ളം പോലത്തെ പശുക്കളെ ആയിരിക്കും ആൾക്കാർ നോക്കുന്നുണ്ടാവും. അതിന് കൂടി വന്ന 1 ലിറ്റർ 1.5 ലിറ്റർ കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, അതിന് നമ്മൾ ഇങ്ങനെ ഒരു പുറത്തേക്ക് ഇതിൻ്റെ ബൈ പ്രൊഡക്ട്സ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 5 ലിറ്റർ മേലെ അല്ലെങ്കിൽ 5 ലിറ്ററിനോട് അടുത്ത് പാലുള്ളത് നമ്മൾ നോക്കണം. അല്ലാതെ മറ്റു കുറേ എണ്ണം പശുക്കളും അവർക്ക് മുഴുവൻ തീറ്റ കൊടുക്കാന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ അവർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ പുല്ല് ഒക്കെ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ലാഭകരമായിരിക്കില്ല. അപ്പം നമുക്കിത് ലാഭകരം എന്ന് പറഞ്ഞ പ്രധാന കാരണം ഇവിടെ അടുത്ത് പുല്ലിന്റെ ലഭ്യത. ഇവിടെ ഇപ്പോൾ വെച്ചൂര്, പിന്നെ ഈ ദേവണി എന്ന് പറയണത്, പിന്നെ ഗീറിന്റെ ക്രോസ്, പിന്നെ ഒരു മലനാട് കുള്ളൻ, അതൊക്കെ വേറെ കുട്ടികളൊക്കെയാണ്. ഇതിന്റെ പാല് അത്യാവശ്യം മാർക്കറ്റിൽ വിലയുണ്ട്. ഇപ്പൊ നമ്മളെ ഇത് വാങ്ങിക്കുന്നുണ്ട്, നമ്മൾ 120 രൂപയായിട്ടാണ് പെർ ലിറ്റർ കൊടുക്കുന്നത്. അതിപ്പോ ഇവിടെ തന്നെ കുറച്ചും കൂടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ 150 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മുന്നേ കൊടുക്കുന്ന കാരണം കൊണ്ട് നമുക്കത് കൂട്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ നെയ്യിന്റെ മാർക്കറ്റ് എങ്ങനെയാണ്? നമ്മുടെ നാടൻ ആൾക്കാർ ഇപ്പൊ വില കൂടുതലാന്നൊക്കെ എല്ലാവരും പറയണം. അപ്പൊ എങ്ങനെയാണ് അതിന്റെ മാർക്കറ്റ് കണ്ടെത്തുന്നത്? അത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഒന്ന് നമുക്ക് ആളുകൾ കേട്ടറിഞ്ഞൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഗുണം അറിയുന്ന ആൾക്കാർ നമ്മളടുത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വന്ന് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ, നല്ല സാധനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് അന്വേഷിക്കുന്നുണ്ട്. അവർ നമ്മളേക്കിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് വേണ്ടി അങ്ങനെ ഇത്ര നാളങ്ങനെ അങ്ങോട്ട് പോയി അന്വേഷിക്കേണ്ട കാര്യം തന്നെ വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളൂ. കണ്ടറിഞ്ഞ് വാങ്ങിക്കും. ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളാണെങ്കിൽ ആഗ്രഹിക്കില്ലേ ഇത്ര വലിയ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല, എന്നാൽ ചെറിയ തോതിലാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയാണ് ഈ ബോട്ടിലേക്ക്. പ്രത്യേകിച്ച് നാടൻ പശുവിന്റെ ഇപ്പൊ പ്രത്യേകിച്ച് കുട്ടികളുള്ളവരോ ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് 300 രൂപ എന്ന് പറയുമ്പോൾ അത്ര അധിക എമൗണ്ട് അല്ല, അവർക്ക് വാങ്ങിക്കും ചെയ്യാം. അവർക്ക് നിത്യേന എന്തെങ്കിലും ദോശ ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ എന്ത് സാധനത്തിലും ഇത് ചേർത്ത് കൊടുത്ത് കഴിക്കുന്നത് വളരെ നല്ലത്. അപ്പൊ ദേവണി പശുവിനെ ചേട്ടൻ കറക്കാൻ പോവാണ്. ഇവക്കിപ്പോ 5 ലിറ്റർ പാലുൽപാദനം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ചേട്ടാ ഇതിന് കറക്കുമ്പോ ചവിട്ടൂല്ലേ? അതിനാണ് കെട്ടിട്ടേക്കണേ. നാടൻ പശു ആകുമ്പോ അതിന്റെ ഒരു ചവിട്ട് പ്രതീക്ഷിക്കണം. ഇപ്പൊ ഇവരൊന്നും വലിയ കാര്യമായിട്ട് ചവിട്ടല്ല, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. മുൻകരുതൽ അല്ലേ? അതെ, അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലത്തെ പശുക്കളെല്ലാം മിക്കതും അങ്ങനെ തട്ടുന്നതാണോ? അങ്ങനെ എല്ലാരും അല്ല, ഇപ്പൊ ഇവിടെ തട്ടുന്നവരുണ്ട്, തട്ടാത്തവരുണ്ട്. ഇപ്പൊ ഇവര് മക്കള് കറക്കുന്ന അവര് പശുക്കളുണ്ട്, അത് തട്ടൊന്നുമില്ല. പിന്നെ ഈ തീറ്റ വെച്ച് കറക്കുന്ന അങ്ങനെ ശീലം ഉള്ളതുകൊണ്ടാണ് അത്. അതെ, നമ്മളിതില് ഡയറക്റ്റ് അങ്ങനെ ഈ നാടൻ പശുവിനെ വളർത്തി ഇതിലേക്ക് എങ്ങനെ വന്നതാണ്, അങ്ങനെ കറവയൊക്കെ പഠിച്ചതാ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളുടെ എളുപ്പത്തിന്, ഇപ്പൊ ഞങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് ശീലമായതാണ് അവർക്ക്. അപ്പൊ നമുക്ക് വേറെ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു ചിലപ്പോ കാലൊക്കെ തട്ടേ നടക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഇവിടെ വേറെ പശുക്കളുണ്ടാവും, കുടിയൊന്നും ഇല്ലാണ്ട് കറക്കണവരുണ്ട്. ഇപ്പൊ ഇതിന്റെ പാലില് പ്രത്യേകിച്ച് കൂടുതൽ എന്താ പ്രത്യേകത ശരിക്കും ഈ പശുവിന്? ഒന്ന് നല്ല കൊഴുപ്പുണ്ട്, കൊഴുപ്പ് കൂടുതലാണ് സാധാരണ കിട്ടുന്ന പാലിനേക്കാളും. പിന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അറിയാം, രുചിയും അതിന്റെ ഒരു മണവും ഒക്കെ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. ഇപ്പൊ നമ്മളേക്കിന്ന് മറ്റു പാല് കിട്ടുന്ന
വീട്ടിലുള്ളവർ പോലും നമ്മളേക്ക് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതെ അല്ലേ അല്ലേ, അതായത് ഈ വെച്ചൂര് കാസർഗോഡ് കൂടുതലിനേക്കാളും ഗുണം കൂടുതലാണ് ഇത് ഇതിന്റെ പാലിന്. അങ്ങനെ ഇല്ല, ഇതൊക്കെ ഈ ഭാരതീയ ഇനങ്ങൾക്കെല്ലാം ഗുണത്തില് വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ കൊഴുപ്പിന്റെ അതിൽ ചിലപ്പോൾ ഓരോ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഗുണം എല്ലാ സ്ഥലത്തെ പശുക്കളിലെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ബ്രീഡിന് ഈ A2 എന്ന് പറയുന്നതിൽ എല്ലാ പശുക്കൾക്കും ഒരുപോലെ ആയിട്ടാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. പശുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പഞ്ചഗവ്യങ്ങളെല്ലാം അതും നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പശു ആണെങ്കിലും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ചാണകമുണക്കി ഇപ്പം ഞങ്ങളിപ്പോൾ ചാണകപ്പൊടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ ഭസ്മം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പിന്നെ ഗോമൂത്രം കൊടുക്കുന്നുണ്ട് കൃഷിക്കും കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് ഇതിൽ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാം. ആ ചേട്ടാ, ഇത് ഇപ്പൊ കറവ് കഴിഞ്ഞിട്ടില്ലല്ലോ, അതിന്റെ ഇടയ്ക്ക് എന്താ കുട്ടീനെ കുടിപ്പിക്കുന്നേ? അല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചൊര പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ നമ്മള് ഒന്നും കൂടി കുടിപ്പിച്ച് ഞാൻ വലിച്ചോടെ രണ്ടാമത് കറക്കൂല. അങ്ങനെയുണ്ടല്ലേ. ഇപ്പൊ നിങ്ങളെ കണ്ടാലും ചൊര പിടിക്കും അവര്, പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോഴേ. അപ്പൊ അത് ചോർത്താൻ ബുദ്ധിമുട്ടാ, അപ്പം കുട്ടീനെ വിട്ടാ മതി അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം കറന്നാലും പിന്നെയും ഇത്ര തന്നെ പാല് നമുക്ക് തന്നേക്കാളും കൂടുതൽ പാല് കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ട് ഇത്തരത്തിലുള്ള നാടൻ പശുക്കളെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നെയ്യ്, പനീർ എന്നിവ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ബൈ പ്രൊഡക്ട്സിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡായിരിക്കും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന് രദീപ് ചേട്ടൻ്റെ നാടൻ പശു വളർത്തലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.